മലയാളത്തിലെ മുൻനിര സംഗീത സംവിധായകരിൽ ഒരാളാണ് ഷാൻ റഹ്മാൻ. 2009-ൽ ഈ പട്ടണത്തിലെ ഭൂതം എന്ന സിനിമയിലൂടെയാണ് ഷാൻ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത്. 2010-ൽ വിനീത് ശ്രീനിവാസന്റെ മലബാറി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയ്ക്ക് സംഗീതമൊരുക്കിയതോടെ ഷാൻ റഹ്മാന്റെ കരിയറിൽ വഴിത്തിരിവുണ്ടായി. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ കൂട്ടുകെട്ട് ആവർത്തിക്കുകയും ഇവ ഹിറ്റുകളുണ്ടാക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഷാനിന്റെ കരിയറിൽ വീഴ്ചയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒടുവിൽ പുറത്തുവന്ന വാർത്തയും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഷാൻ റഹ്മാന്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വർക്കുകളിലൊന്ന് ആട് എന്ന സിനിമയിലെ മ്യൂസിക്കാണ്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിലും ഷാൻ സംഗീതം ചെയ്തു. ക്യാരക്ടർ ഇൻട്രോ മ്യൂസിക് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആട് 3-യിൽ നിന്ന് ഷാനിനെ മാറ്റിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഷാൻ മ്യൂസിക് ചെയ്ത് ക്യാരക്ടർ തീം നിലനിർത്തിയെങ്കിലും ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം സംഗീത സംവിധായകൻ ഡോൺ വിൻസെന്റ് ആണ് ചെയ്തത്. നേരത്തെ മിന്നൽ മുരളി എന്ന സിനിമയിൽ നിന്ന് ഷാനിനെ മാറ്റിയിരുന്നു. കിങ് ഓഫ് കൊത്തയിൽ നിന്ന് ഭാഗികമായി മാറ്റി. അടുത്തിടെ റിലീസ് ചെയ്ത ഫാഫാബായിൽ നിന്ന് ഷാൻ പിന്മാറിയതാണ് പുറത്തു വന്ന റിപ്പോർട്ട്. ഇതിനു പിന്നാലെ ആട് 3-യിലും ഷാനിന്റെ കരിയറിലെ ഗ്രാഫ് നിലവിലെ സാഹചര്യം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഫാഫാബായിൽ നിന്നും ഷാനിനെ ഭാഗികമായി മാറ്റിയത് ചർച്ചയായിരുന്നു. ചിത്രത്തിൻ്റെ ടീസർ പുറത്തു വന്നപ്പോൾ ഷാനിൻ്റെ മ്യൂസിക്കിന് വ്യാപക വിമർശനം വന്നിരുന്നു. പിന്നാലെ ഫാഫായുടെ പോസ്റ്റുകളും തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് ഷാൻ നീക്കി. ഷാനിന് പകരം പശ്ചാത്തല സംഗീതം ചെയ്തത് ഗോപി സുന്ദറിനെ സമീപിക്കുകയും ചെയ്തു. അവസാന നിമിഷം ദിലീപ് എങ്ങനെയെങ്കിലും ഫാഫാബയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് തന്നെ സമീപിക്കുകയായിരുന്നു എന്ന് ഗോപി സുന്ദർ തുറന്നു പറയുകയും ചെയ്തു. അതേസമയം ഷാൻ ചെയ്ത ഗാനങ്ങൾ ഫാഫാബയിലുണ്ട്. ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ ഹിറ്റ് പാട്ടുകളെ ഒരു നിര തന്നെ സൃഷ്ടിച്ച ആളാണ് ഷാൻ റഹ്മാൻ. മലയാളത്തിൽ ഏറ്റുപാടിയ ഫീൽ ഗുഡ് മെലഡികളുടെ സൃഷ്ടാതാവ്. സംഗീത മേഖലയിൽ ഏതൊരു കലാകാരനും ഉണ്ടാകുന്ന കയറ്റിയിറക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഷാൻ റഹ്മാനും നേരിടുന്നത്.